ഹലോ ഗൈസ്, SVR ഐഡിയാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് SVR ഐഡിയാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്ത് ശിവ SVR ഐഡിയാസ് എന്ന് വെച്ചാൽ എസിൻ്റെ ഫുൾ ഫോം എന്തുവാ? ശിവദുർഗ. വി ആരാ? വിജയലക്ഷ്മി. വിജയലക്ഷ്മി എന്ന് വിളിക്കുന്ന വീണ. അപ്പോൾ ആരാ? രാജേഷ്. 6 ഞാനല്ലേ. അപ്പം നമ്മുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആരുടെ പെർഫോമൻസ് ഇനി കാണാനുള്ളത്? നമ്മുടെ പെർഫോമൻസ് എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരാളുടെ പെർഫോമൻസ് കാണാനുള്ളത് ആരുടെ? വിജയലക്ഷ്മി, വീണമോടെ. വീണ ആദ്യമായിട്ടാണല്ലോ മോളെന്ന് വിളിക്കുന്നത്. ആറ്റിക്കല്ലേ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് വെറൈറ്റി, നമ്മൾക്ക് അത് പറഞ്ഞിട്ടില്ല. ഞാൻ അതിനുള്ള സാധനം മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്തുവാണെന്ന്. നമുക്കത് നോക്കാം. വീണ നല്ലൊരു തയ്യക്കാരിയാണ്. പിന്നെ പാചകമൊക്കെ ഗംഭീരം, പൊക്കിപ്പറയില്ല കേട്ടോ. സൂപ്പർ പാചകമൊക്കെ. കുക്കറാണ്, പ്രഷർ കുക്കറല്ല, കുക്കിംഗ്. അപ്പം ഞങ്ങളുടെയൊക്കെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? നല്ലപോലെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെറിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരു വെറൈറ്റി, എപ്പോഴും ഷോട്ടൊക്കെ ചെയ്യുന്നതല്ലേ, ഇന്ന് നമ്മളൊരു വെറൈറ്റി. അപ്പോൾ അത് വെറൈറ്റി ഉണ്ടാക്കുന്ന നമ്മുടെ വീണമോളുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഓക്കെ. ആരെ? എന്താ മോളെന്ന് വിളിച്ച? അപ്പം ശിവമോളെ നമുക്കിനി അകത്തോട്ട് പോയാലോ? അമ്മ സംസാരിക്കട്ടെ. അമ്മ സംസാരിച്ചോ? അമ്മ. എല്ലാവർക്കും നമസ്കാരം. ഇത് ഇന്നുണ്ടാക്കാൻ പോകുന്ന ഡ്രിങ്ക് എല്ലാവരുടെയും വീടുകളിൽ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ഞാനിവിടെ ഒരു വട്ടം ട്രൈ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ കരുതിയത് നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്തി തരാമെന്ന് വെച്ചു. ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാത്തിനും വളരെയധികം നന്ദി. ഇനിയും തുടർന്നുള്ള വീഡിയോ കാണുകയും എല്ലാവരുടെയും സപ്പോർട്ടും വേണം. വീണ ഇന്ന് എന്തോ സത്യത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെറിയൊരു സൂചനയെങ്കിലും എന്താ? അത് നമ്മുടെ ഈ ഇപ്പൊ നല്ല ചൂടല്ലേ? നല്ല ചൂടാണ്. അപ്പൊ ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത്. മാങ്ങ വെച്ചിട്ട്, പച്ചമാങ്ങ വെച്ച് മിക്കവരും അത് ചെയ്യുന്നല്ലേ? അപ്പോൾ ഇത് വെറൈറ്റി വല്ലതും ഉണ്ടോ? ഞാനിവിടെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി, ആദ്യം ഒരു വട്ടം ഉണ്ടാക്കി, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തെന്നാ അതൊന്ന് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പം നമുക്ക് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ല സാധനമായിരിക്കും. നമുക്കൊന്ന് ചെന്ന് നോക്കാം. എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കും. നമ്മളിത് എല്ലാവരും ശ്രമിക്കാവുന്ന കാര്യമുള്ളൂ. നമുക്ക് ചെയ്ത് നോക്കാം. ഇത് വിലപിടിപ്പുള്ള സാധനം വല്ലതുമാണ് അധികമായിട്ട്? അത് നമുക്ക് ചെയ്യാൻ നേരത്ത് കാണാം. അതും സസ്പെൻസ് ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. വീണ അപ്പോൾ എല്ലാം റെഡിയാണോ? എല്ലാം റെഡിയാണ്. അപ്പോൾ ഒന്ന് പരിചയപ്പെടുന്നത് എന്തെല്ലാം സാധനം വേണമെന്ന് നമുക്ക് നോക്കാം. ഇത് മാങ്ങ, പഴുത്ത മാങ്ങ. എന്ന് പറഞ്ഞാൽ അധികം പഴുത്തു പോയ മാങ്ങയല്ല, എന്നാലും വിളഞ്ഞ മാങ്ങയാണ്. അത് ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ ഞാൻ. പിന്നെ പഞ്ചസാര ഒരു 4 സ്പൂണ്, പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, 2 ഏലക്ക, പാല്, തണുത്ത വെള്ളം. അപ്പം മാങ്ങ ഒരു ഇത്തിരിയും കൂടെ പഴുത്തതാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം. ഇതിപ്പോ അത്യാവശ്യം പുളിയുണ്ട്, ഒത്തിരിയും മധുരമൊന്നുമില്ല, അത്യാവശ്യം പുളിയുണ്ട്. അതിനാണ് പഞ്ചസാര അത്ര എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? നോക്കാം. ശിവമൊക്കെ വല്ലതും പറയാനുണ്ടോ? എന്തായാലും പറയുന്നേ. ഒന്നുമില്ല. ഇപ്പൊ നമുക്കിത് ചെയ്യുന്ന വിധം നോക്കാം. ഓക്കെ. നമുക്ക് മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ ആ 2 ഏലയ്ക്ക്, ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം ആയിട്ടങ്ങ് ഇത് എന്നിട്ട് നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് അരയ്ക്കാം. എന്നിട്ട് ഒരു കുറച്ച് അരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക്. അപ്പോൾ മാങ്ങ ഇട്ട്, ഏലക്ക ഇട്ട്, ഇനി എന്തോ? ഇഞ്ചി ഇട്ടു. ഇനി അപ്പൊ ഇത് മൂന്നും ഇത്തിരി വെള്ളം ഒഴിച്ച് വെച്ച് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പൊ ഇത് ഒരു പകുതി അരവൊക്കെ ആവുമ്പം 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് പിന്നെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പൊ ഇതിനെ അരച്ചു കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ശരി. ഇപ്പൊ റെഡിയായോ? ഇതേ നമ്മള് മാങ്ങയ്ക്ക് അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ 2-3 സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ടായിരുന്നു. അപ്പം അവരവർ എടുക്കുന്ന മാങ്ങയുടെ പുളിപ്പ് അനുസരിച്ച് പഞ്ചസാര
വ്യത്യാസപ്പെടുത്തുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിക്കാം. തണുത്ത പാലാണ്. പാലൊഴിക്കുന്നതാരാ? ശിവമോളാണോ ഒഴിക്കുന്നത്? പൊട്ടിയിട്ടില്ലല്ലോ. പൊട്ടിയിട്ടുണ്ട്. നോക്കാം, മധുരം ഒന്ന് ഞാൻ നോക്കട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറുക്ക് പോലെ ഇരിക്കണം. മിക്സിക്കകത്ത് വേണമെങ്കിൽ പാലൊഴിച്ച് കഴിഞ്ഞ് മിക്സിക്കകത്ത് വേണമെങ്കിൽ ഒന്ന് അടിച്ചെടുത്ത് നന്നായിട്ട് പതഞ്ഞ് കിട്ടുന്ന ഒരു പരുവത്തിൽ ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ വീട്ടിൽ പാചകം ചെയ്യുന്നു, അത് നമ്മൾ വീഡിയോയുടെ മുന്നിലൊന്നും അല്ല. ഇപ്പം പറയുന്നതിലോ ചെയ്യുന്നതിലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കും. അത് എല്ലാവരും ക്ഷമിച്ചോളും, തീർച്ചയായിട്ടും എല്ലാവരും ക്ഷമിച്ചോളും. നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. ഓക്കെ, ഇതേ ഇപ്പം ഇതിനിപ്പം തണുപ്പുണ്ട്, എന്നാലും ഒരു ശകലം കൂടെ തണുപ്പുണ്ട്. നമുക്ക് ഒരു 15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ റെഡിയായി. ശിവേ, നമുക്ക് ജ്യൂസ് കുടിച്ചാലോ? വേണ്ട, നമ്മുടെ റോഡിൽ കൂടെ ആര് പോന്നാ അവർക്ക് കൊടുത്തിട്ട് നമുക്ക് കുടിക്കാം. അതെന്താ അങ്ങനെ പറഞ്ഞു? അതാണോ കറക്റ്റ് വീണ്? അത് ഇപ്പം നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊടുത്താൽ നല്ലതെന്നല്ലേ പറയുള്ളൂ. അപ്പം ഈ റോഡിൽ കൂടെ ആദ്യം ആര് പോകുന്നു അവർക്ക് കൊടുക്കാം. അത് നല്ലൊരു ഐഡിയ. ആദ്യത്തെ ഭാഗ്യവാനാരാണ്? ഉള്ളത് എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. നമ്മുടെ എന്താ ഉള്ളത് എന്താന്ന് വെച്ചാൽ അവര് പറഞ്ഞോളും. അതില് നല്ലതാണോ ഉള്ളത് പറയണം അല്ലേ? അവരതിപ്പോ എന്താന്ന് വെച്ചാൽ ഉള്ളത് പറഞ്ഞോളൂ. അപ്പോൾ ഉള്ളത് പറയണം. അന്നേ നമുക്കൊരു പേരിടാം ഈ പരിപാടിക്ക്. ഉള്ളത് പറയണം. എങ്ങനെയുണ്ട് ആ പേര്? ഇപ്പോൾ ജ്യൂസ് കുടിച്ചിട്ട് അഭിപ്രായം ഉള്ളത് പറയണം. അപ്പോൾ നമ്മൾ ഇതിലെ വാതിക്കെ കൂടെ വരുന്ന ഫസ്റ്റ് ആരാണ് വരുന്നത് അവർക്കൊരു ഗ്ലാസ് നമ്മൾ ജ്യൂസ് കൊടുക്കും. ഭാഗ്യവാൻ ആരാന്ന് നോക്കാം. ഇതിലെ വരുന്നത് നോക്കാം. ബാ, നമുക്ക് റെഡിയാവും. അച്ഛനും മോളും കൂടെ റോഡിൽ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കും. ആരെയും കാണുന്നില്ല. വരുന്നവർക്കും ജ്യൂസ് കുടിക്കണമെന്ന് അറിയത്തില്ല. അവിടെ പോയി നോക്കണ്ടേ? ഇതിലെ വഴി ശിവ അങ്ങോട്ട് ഓടി, അവിടെ പോയി നോക്കാൻ വേണ്ടി ഓടി. ഇങ്ങോട്ട് വാ, പട്ടി വരും. ഒരാൾ നോക്കാൻ വേണ്ടി പോയിരിക്കും, അങ്ങ് ദൂരെ പോയിരിക്കും. ആർക്കും ജ്യൂസ് വേണ്ടെന്ന് തോന്നുന്നു. അമ്മ, ഞാൻ സൈക്കിളോട്ടി ആരെങ്കിലും വിളിച്ചോണ്ട് വരാം. അയ്യോ, സൈക്കിളോട്ടി ആൾക്കാരെ വിളിച്ചോണ്ട് വരാം. ഈ റോഡെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. ആൾക്കാർക്ക് ഒരു ജ്യൂസ് കൊടുക്കാന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ട. ഈ സ്ഥലം ഓർമ്മ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തായിരുന്നു. ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്, നല്ല കാറ്റ് കിട്ടും. അവസാനം ഞങ്ങൾ ഇരുന്നു കേട്ടോ. ആരെ നോക്കിയിട്ട് കണ്ടിട്ടില്ല. വരുമായിരിക്കും. ആരാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി? അല്ലേ ശിവ, നമുക്ക് കുടിച്ചാലോ? ശിവറെ, നമുക്ക് കുടിക്കാൻ ആരെയും കാണുന്നില്ല. അപ്പം നല്ലപോലെ തണുത്ത് ജ്യൂസ് നല്ല സെറ്റപ്പായിരിക്കുമായിരിക്കും കേട്ടോ. ചുമ്മാ ഭയങ്കര സൈക്കിൾ കേട്ടല്ല ഉണ്ടോ? ഈ വഴിയിലെങ്ങും ആരും വന്നിട്ടില്ല, ഇതുവരെ ആരും വന്നിട്ടില്ല. ഓവർ എക്സ്പ്രഷൻ ഇടണ്ട. ഇരിവ് കളിയാക്കി ചിരിക്കുക. ആർക്കും ജ്യൂസ് വേണ്ടേ? ഇത്ര നേരം ഒരു ജ്യൂസ് കൊടുക്കാന്ന് വെച്ചാൽ ആർക്കും വേണ്ട. മിക്കവാറും നമ്മൾക്ക് തന്നെ കുടിച്ചാലോ? ആരും വരുന്നില്ല. 7 മണിക്ക് എല്ലാ ദിവസവും ഒരു ഷോട്ട് ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് കമൻറ്റ് ഇടാം കേട്ടോ, ലൈക്കും ചെയ്യണം. എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ഷോട്ട് ഇടുന്നുണ്ട്. എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കണം. ശിവമോളെ, ആരെങ്കിലും വരുന്നുണ്ടോ? എന്ത്? എന്തായാലും അപ്പി വന്ന നല്ല സമയത്ത് കൊടുത്ത് വീണയുണ്ടാകത്ത്. കൈക്ക് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്ത് പറ്റിയായിരുന്നു അപ്പം ഇത്? അതെ, പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. മോളെ, അമ്മയോടൊക്കെ ജ്യൂസ് കൊണ്ടുവരാൻ പറ. അതെ, ജ്യൂസ് വന്ന. ജ്യൂസ് കാണിച്ച മോളെ, ജ്യൂസ് കാണിച്ചേ. അപ്പം ഇത് അപ്പിയാണ്, തൊട്ടപ്പുറത്ത് താമസിക്കും. എന്തായാലും അപ്പി കറക്റ്റ് ടൈമിങ്ങിനാണ് വന്നത്.
നേരെ വിരുട്ടാറായി അപ്പോഴാണ് വന്നത്. ഇവിടെ കുറേ നേരമായിട്ട് ഒരു ജ്യൂസിന് വേണ്ടി ഇരുന്നിട്ട് ആരും വന്നില്ല. അപ്പിക്ക് എന്തായാലും ആ ഭാഗ്യമുണ്ട്. അപ്പോൾ ഒരു പാത്രമായിട്ട് വന്നതാണ്. അപ്പോൾ ഉള്ളത് കാര്യം പറയാം. നമ്മുടെ ഈ പരിപാടി പേര് ഉള്ളത് പറയുക എന്നാണ്. അപ്പോൾ ഉള്ള കാര്യം അപ്പി അങ്ങ് നേരിട്ട് പറഞ്ഞേക്കണം. അപ്പിയാണെന്നുള്ള ഇതൊന്നും വേണ്ട. ഉള്ളത് ജ്യൂസ് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന്. നല്ല ജ്യൂസ് വീണ അടിപൊളി ജ്യൂസ്. എന്തായാലും എനിക്ക് ഇപ്പോൾ വന്നപ്പോൾ കിട്ടിയല്ലോ. ഇപ്പോൾ വന്നപ്പോൾ അപ്പിക്ക് അത് ഭാഗ്യമുണ്ട്. അപ്പോൾ വീണക്ക് സന്തോഷമായില്ലേ? സന്തോഷമായി. അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റവുമായിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു താങ്ക്സ്. ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന നല്ല ജ്യൂസ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വെറൈറ്റി ജ്യൂസുമായി അല്ലെ വേറെ വിഭവങ്ങളുമായി ഞങ്ങൾ ഇനിയും വരും. ഓക്കെ, താങ്ക് യു.